ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മുടെ ഹാർഡ് കോർ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 2 ആണ്. സോ ഗൈസ്, നമ്മുടെ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി, പിന്നെ ഒരുപാട് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. സോ അതിനോട് നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഞാൻ ഇനിയെങ്കിലും നല്ല രീതിക്കൊന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഗൈസ്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ അയൺ ആർമർ മാത്രമായിട്ടുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഡയമണ്ട് ആർമർ ആവണം. പിന്നെ നമ്മുടെ ഒരു പെറ്റിന് പേരെന്തെന്ന് നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിനിരിക്കാനായിട്ടൊരു ഡയമണ്ട് കൊണ്ടുള്ള സിംഹാസനം തന്നെ നമുക്ക് ഉണ്ടാക്കണം. സോ നമ്മൾ മേലെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ബേസ് പോലെ. ഇപ്പോൾ താഴത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു പാറ്റേൺ ടൈമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിടാനാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അയണൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ചധികം പിക്കാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ എക്സ്റേ മോഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കിയിടാം. പിന്നെ നമ്മൾ ലാഗ് വർക്കാനായിട്ട് ഇതാ വേറൊരു മോഡുള്ള ഒരു ടെക്സ്ചർ പാക്കും പിന്നെ നമ്മുടെ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇപ്പം നമ്മളിതാ വേൾഡിലോട്ടൊക്കെ ഒന്ന് വന്ന്, സോ ഇപ്പം നമ്മുടെ എക്സ്റേ മോഡ് ആക്ടിവേറ്റ് ആയി. സോ നമുക്കിപ്പോൾ താഴത്തൊക്കെ കാണുന്നുണ്ട്. ഇനി പറഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ മൈനിങ് കണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കേസ് ഇതാ നമ്മൾ മൈനിങ്ങിന് പോകുന്നതിൻ്റെ മുമ്പ് കുറച്ചധികം ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് കേസ്. എനിവേസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ മൈനിങ്. അപ്പോൾ ഗൈസ്, നമ്മൾ എക്സ്റേ മോഡും കാര്യങ്ങളൊക്കെ ഓഫാക്കി
നമുക്ക് 2 സ്റ്റേക്ക്, അതായത് ഒരു സ്റ്റേക്കും 63 ഡയമണ്ടും കിട്ടി. സോ ആ ഡയമണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്താൽ നമ്മൾ ആർമർ പീസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇൻവെൻട്രി ആണെങ്കിൽ തീരെ സ്പേസില്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ കണ്ടോ, ഒരു ബൂട്ട് തന്നെ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഡയമണ്ട് പുറത്തു പോയി. നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുക. പിന്നെ ഇനി നമുക്ക് മേലൊക്കെ പോകണം. അത് വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. കാരണം ഞാൻ നേരത്തെ തന്നെ വന്നപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ ഇറക്കട്ടെ, നേരത്തെ വന്നപ്പോൾ ഒരു ലഷ് കേവിലായിരുന്നു എത്തിപ്പെട്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു വരേണ്ടി വന്നത്. സോ ഇവിടുന്ന് കുറച്ച് മേലേക്ക് നമ്മൾ എത്തി. ഗ്രാസ് എത്തി ഗൈസ്. നമ്മുടെ ജംഗിൾ തന്നെയാണ്, കുറച്ച് ദൂരത്തൊന്നുമല്ല. ഇത് നമ്മുടെ ബേസിൻ്റെ തൊട്ട് ഇവിടെ നിന്നല്ലേ നമ്മൾ പോയത്. എന്തായാലും ഗൈസ് ഭാഗ്യമുണ്ട്, നമുക്ക് ഇവിടെ തന്നെയാണ് എത്തിയത്. ഇനി നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഉള്ളിലത്തെ വേറൊരു ചെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇൻവെൻട്രിയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ സോർട്ട് ചെയ്ത് വെക്കണം. സോ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പം നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് നമുക്ക് ചെറിയൊരു കാര്യം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ പെറ്റിനായിട്ടൊരു സിംഹാസനം ഉണ്ടാക്കി കൊടുക്കുക. പെറ്റിന് ആണ് ഞാൻ വിചാരിച്ച, പെറ്റിനൊന്നല്ല, നമുക്ക് സിംഹാസനം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് നമ്മളിവിടെ ഡയമണ്ട് ആർമറുമാണ്. പിന്നെ ഈ ഡയമണ്ട് ബ്ലോക്ക് ഇരിക്കുമ്പോൾ ഫുള്ളൊരു ബ്ലൂ ആയതുകൊണ്ട് നമുക്കൊരു ചേർച്ചല്ലത്. അതുകൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ പെറ്റിനെ തന്നെ ഒന്ന് ഇരുത്താം. സോ പിന്നെ നമ്മുടെ ഈ ഒരു പെറ്റ് പാരറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്ത് പേരുണ്ടെന്നൊക്കെ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇനി ഞാൻ ചെന്നിട്ട് ആ പാരറ്റിനൊന്ന് ഇവിടെ ഇരുത്തട്ടെ ഗൈസ്. ഇത് ഒരുപാട് പണിയാവും, കാരണം ഈ പാരറ്റിനൊരു സ്ഥലത്ത് സിറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. സോ ഞാൻ ഒന്ന് സിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ പാരറ്റിനെ കാര്യങ്ങളൊക്കെ സിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ വീഡിയോ എത്ര നേരം കാണുന്നുണ്ടെങ്കിൽ ഒരു വലിയ താങ്ക് യു ഗൈസ്. പിന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോ എടുക്കുമ്പോൾ